നമസ്കാരം. ഗാസയിൽ സംഭവിക്കുന്നത് അസാധാരണ ട്വിസ്റ്റ്. ഹമാസിനെതിരെ പ്രതിഷേധം ഉയർത്തുകയാണ് പലസ്തീനിലെ ഒരു വിഭാഗം. വടക്കൻ ഗാസയിലെ ബെയ്റ്റ് ലാഹിയയിലാണ് പ്രതിഷേധങ്ങൾ അരങ്ങേറിയത്. ഇസ്രായേലുമായുള്ള യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഹമാസിനെ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് നൂറുകണക്കിന് പലസ്തീനികളാണ് തെരുവിലിറങ്ങിയത്. ഹമാസ് ഔട്ട് എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പ്രതിഷേധം. പ്രതിഷേധക്കാർ ഹമാസ് അനുകൂലികളെ തീവ്രവാദികളെന്ന് കുറ്റപ്പെടുത്തുകയും യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനിടെയാണ് അമ്പരപ്പിക്കുന്ന പ്രതിഷേധം അരങ്ങേറുന്നത്. ഗാസയുടെ മിക്ക ഭാഗങ്ങളും ഒഴിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇസ്രായേൽ സൈന്യം. ഒഴിഞ്ഞുപോകാൻ പലസ്തീനികൾക്ക് സൈന്യം ഉത്തരവ് നൽകുകയും ചെയ്തു. ഇതാണ് പലസ്തീൻകാരുടെ ആശങ്കയ്ക്ക് കാരണം എന്നാണ് റിപ്പോർട്ടുകൾ. മാത്രമല്ല, ഗാസയിൽ ജനവാസ കേന്ദ്രങ്ങളും ആശുപത്രികളും ഉൾപ്പെടെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 20-ലധികം പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. മരണസംഖ്യ വർദ്ധിക്കുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഹമാസിനെതിരായ പ്രതിഷേധങ്ങൾ നിർണായകമെന്നാണ് വിലയിരുത്തൽ. ഹമാസിന്റെ സാന്നിധ്യം തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് പലസ്തീനികൾ കരുതുന്നുണ്ടാവും. പുറമേ നിന്നുള്ള ഏതെങ്കിലും സ്വാധീനമുണ്ടോ എന്നും വ്യക്തമല്ല. മാത്രമല്ല, സാധാരണക്കാരെ മനുഷ്യകവചമായി ഉപയോഗിക്കുന്നതായും ജനവാസ മേഖലകളിൽ നിന്ന് റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നതായും ഹമാസിനെതിരെ ആരോപണം ഉയരുകയും ചെയ്യുന്നുണ്ട്. ഇതും ആശങ്കയ്ക്ക് പിന്നാലെ പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ടാവാം എന്നാണ് വിലയിരുത്തൽ. പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ പ്രതികരണവുമായി ഹമാസും എത്തി. പ്രതിഷേധക്കാർ ഇസ്രയേലിനെ സഹായിക്കുകയാണെന്നാണ് ഹമാസ് ആരോപിച്ചത്. തങ്ങളുടെ അധികാരത്തെ തകർക്കുന്ന ആർക്കെതിരെയും നടപടിയെടുക്കുമെന്നും ഹമാസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഗാസയിൽ നിന്ന് പലസ്തീനികളെ തുടച്ചു നീക്കാൻ ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ ഇസ്രയേൽ നടത്തുന്നത്. ജനങ്ങളുടെ അവസ്ഥ ഏറെ പരിതാപകരമാണ്. ഭക്ഷണം, വെള്ളം, മെഡിക്കൽ സാധനങ്ങൾ എന്നിവയുടെ ക്ഷാമം ദിനംപ്രതി വർദ്ധിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. ഹമാസിനെയും അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യം വെച്ചുള്ള പുതിയൊരു ഓപ്പറേഷൻ ഇസ്രായേൽ സൈന്യം ഗാസയിൽ ആരംഭിച്ചതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇസ്രായേലിന്റെ പുതിയ ഓപ്പറേഷനെ യുദ്ധക്കുറ്റമെന്നും അന്താരാഷ്ട്ര നിയമലംഘനമെന്നുമാണ് പലസ്തീൻ അതോറിറ്റി വിശേഷിപ്പിച്ചത്. വലിയൊരു പ്രതിസന്ധിയാണ് ഗാസ മുനമ്പ് നേരിടുന്നത്. ഹമാസും അസാധാരണമായ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. പ്രതിഷേധക്കാർ ന്യൂനപക്ഷമാണെങ്കിലും നിലനിൽപ്പ് അപകടത്തിലാണെന്ന് വരുന്നതോടെ ഹമാസിനെതിരെ മേഖലയിലുടനീളം പ്രതിഷേധം വ്യാപിപ്പിക്കാൻ സാധ്യതയുണ്ട്. സ്വന്തം നാട്ടിലെ ജനങ്ങളെ അടിച്ചമർത്തേണ്ടി വരുന്ന അവസ്ഥ ആലോചിച്ചു നോക്കൂ. അത്തരമൊരു സാഹചര്യത്തിലാണ് ഹമാസ് ഇപ്പോൾ കടന്നുപോകുന്നത്. അതിജീവനത്തിനായുള്ള പലസ്തീൻ ജനതയുടെ ആശങ്കയാവാം ഹമാസിനെതിരായ പ്രതിഷേധമായി പുറത്തുവരുന്നത്. ഇസ്രായേൽ ഹമാസ് സംഘർഷം അവസാനിപ്പിക്കാൻ മധ്യസ്ഥരായി നിന്ന ജോർദാൻ കഴിഞ്ഞ ദിവസം ഗാസയിൽ നിന്ന് പലസ്തീനികളെ ഒഴിപ്പിക്കുന്നതിന് അനുകൂലമായി നിലപാട് സ്വീകരിച്ചുവെന്ന റിപ്പോർട്ടും പുറത്തുവരുന്നു. ഹമാസിനെതിരെ കൂടുതൽ എതിർപ്പുകൾ മേഖലയിൽ ഉയരുകയാണോ? ഇതിനു പിന്നിൽ അമേരിക്കയുടെയോ ഇസ്രായേലിൻ്റെയോ സ്വാധീനമുണ്ടോ? ഇതൊക്കെ പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. മേഖലയിൽ സ്വാധീനം നഷ്ടപ്പെട്ടാൽ ആർക്കു വേണ്ടിയാണോ പോരാടുന്നത് അവരുടെ തന്നെ സപ്പോർട്ട് ഇല്ലാതായാൽ ഹമാസിൻ്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടും. ഒരു കാര്യം വ്യക്തം, ഗാസയിലെ ജനത സംഘർഷങ്ങൾ മടുത്തു തുടങ്ങി. അത് തിരിച്ചറിഞ്ഞാൽ ഹമാസിന് നല്ലത്. ഇല്ലെങ്കിൽ ചരിത്രം എങ്ങനെയാവും ഹമാസിനെ രേഖപ്പെടുത്തുക? കാത്തിരുന്ന് കാണേണ്ടതാണ്. സൈനികമായല്ല, രാഷ്ട്രീയ നയതന്ത്ര പരിഹാരമാണ് വേണ്ടത്.